ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഞാനൊരു ബർത്ത്ഡേ കേക്കാണ് കാണിക്കാൻ പോകുന്നത്. അത് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. ഏപ്രിൽ 17 ഇപ്പോഴാണ് പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത്. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ബേക്കിംഗ് സോഡ, ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ 3/4 ടീസ്പൂണ് സിനമൺ പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗളിലേക്ക് 4 റൂം ടെമ്പറേച്ചറുള്ള മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ആ ബൗളിൽ വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല. അതിലേക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒരു ബീറ്റർ ഉപയോഗിച്ച് പിന്നെ അത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ക്രീമായിട്ട് കിട്ടി. നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ട് ക്രീമായിട്ട് കിട്ടും. സാധനം പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ ക്രീമായിട്ട് കിട്ടാനായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരാനായിട്ട് കുറേ സമയം എടുക്കും എന്നായിട്ടാണ് കണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത്. നല്ല ഫ്ലഫിയായിട്ട് വന്നപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് സീവ് ചെയ്ത് തന്നെ കുറച്ചായിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യാൻ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കൂടെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏതൊരു നട്ട്സ് വേണമെങ്കിലും ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഉള്ള നട്ട്സ് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്, അതുകൊണ്ട് ഞാൻ ക്രഷ് ചെയ്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നീട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കുന്ന 2 ബേക്കിംഗ് ട്രേയിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബാറ്റർ ഒരു ട്രേയിൽ ഒഴിച്ച് വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ 2ആയിട്ട് ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. കരാമൽ സോസിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് മീഡിയത്തിന് താഴെ ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാര ഉരുകി വരുമ്പോൾ കളർ ചേഞ്ചൊക്കെ വന്ന് തുടങ്ങുമ്പോൾ എന്ന സമയത്ത് 2 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്യുന്നു. അതുമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 100 ml ക്രീം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സോസ് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് അത് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് കരാമൽ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രീമിന് ആ സോസിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
പിന്നീട് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കേക്കിൻ്റെ ടോപ്പിൽ കരാമൽ സോസ് ഒഴിച്ചു കൊടുത്തു. സൈഡിലാണെങ്കിൽ കരാമലകത്ത് കോട്ട് ചെയ്തെടുത്ത നട്ട്സ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് കരാമലായി വരുന്ന സമയത്ത് ബട്ടർ പേപ്പറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേറെ ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ടോപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരാമൽ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു അപാര രുചിയാണ് ഇതിന്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ഫോർ മോർ റെസിപ്പീസ്. ആദ്യമായിട്ട് കാണുന്നവർ ഇത് മൊത്തം വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.